മോനെ നീ പോയാ അതെനിക്ക് വലിയ സങ്കടമാവും. എന്റെ മക്കളെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാ മോനെ. നീ പോവല്ലടാ, നീ ഇവിടുന്ന് പോവല്ലേ. അവൻ പോകുന്ന പോട്ടെ അമ്മേ. വിനയ്, അവന് വെറുതെ അവന്റെ ഭാര്യയാണ്, അല്ലാതെ അമ്മയല്ല. അതവൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? എല്ലാം ഉപേക്ഷിക്കുമ്പോ കമ്പനിയിൽ നിന്റെ സ്ഥാനവും നീ ഉപേക്ഷിക്കണം. എന്താ അതിന് നിനക്ക് സാധിക്കോ? എടാ, നിന്റെ ഉള്ളിലിരിപ്പേ എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ ഒരു തർക്കത്തിനും വഴക്കിനൊന്നും ഞാനില്ല. പാർവതി കമ്പനിയിലെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചിരിക്കുക. അതുപോലെ തന്നെ ഞാനും എന്റെ സ്ഥാനം രാജിവെക്കുക. മോനെ, ഇതെല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കോടാ? അവര് കൂലിവേലെടുത്ത് ജീവിക്കും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, കൂലിവേല എടുക്കേണ്ട സാഹചര്യം വന്ന അത് ചെയ്തല്ലേ മതിയാവൂ. ഞാൻ അത് ചെയ്യും. അത് ചെയ്യുന്നതില് എനിക്ക് യാതൊരു അഭിമാന കുറവുമില്ല. വിശാൽ സർ, പാർവതി, നീ വാ, നമുക്കിറങ്ങാം. വിശാലേ, മോനെ, 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 നീ പോവല്ലേടാ. നീ ഇവിടുന്ന് പോയാ എനിക്കത് താങ്ങാൻ പറ്റൂടാ. മോനെ, ഞാൻ എങ്ങനെയത് സഹിക്കുന്നത്? പോവല്ലേടാ. പാർവതി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കോട്ടെ. നീ എന്തിനാടാ മോനെ പോകുന്നത്? ഇത് വിധിയാണമ്മേ, അതനുഭവിച്ചാൽ മതിയാവും. മോനെ, സന്തോഷത്തോടെ വേണം അമ്മ ഞങ്ങളെ യാത്രയാക്കാൻ. പാർവതി, പോവാം. ഒരു ഉപകാരം ചെയ്യണം. ദേവമ്മയുടെ ഒരു ഫോട്ടോ എനിക്ക് വേണം. അതുകൂടെ കൊണ്ടുപോകാൻ അനുവദിക്കണം. അയ്യോ എന്റെ മോളെ, നീ ഇതെല്ലാം സോമനസാലെ എനിക്ക് എഴുതി തന്നതല്ലേ? എന്നിട്ടിപ്പോ ഗായത്രി ചേച്ചിയുടെ ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് എന്തിനാ മോളെ എന്നോട് ചോദിക്കുന്നത്? നീ പോയി എടുത്തോ, ചെല്ല്.